ശരിക്കും രാഹുൽ ഇവിടെ എന്താ ചെയ്തത്? ചാറ്റ് ചെയ്തു, കോഴിത്തരം കാണിച്ചു, ഫ്ലോട്ട് ചെയ്തു, പിന്നെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ നമ്മൾ ഒരു വിഷയം വന്നാൽ, ഇപ്പൊ ഈ വിഷയം വന്നു, നമ്മൾ ശരിക്കും ഒരു ലിബറൽ എന്നുള്ള നിലക്ക് നമ്മൾ എന്താ നോക്കേണ്ടത്? അത് നമുക്ക് അത് പഠിപ്പിച്ചു തരാൻ ബഹുമാന്യനായ ഉസ്താദ് പൊതുബോധത്തെ നിശ്ചയിച്ചിരുന്ന ധാർമ്മിക പ്രമാണങ്ങളിൽ ഭരണഘടനയുടെ ധാർമ്മികതയും തമ്മിൽ സംഘട്ടനമുണ്ടെങ്കിൽ നിങ്ങൾ ഭരണഘടനാ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കണം എന്നതാണ് അടിസ്ഥാനമായി ഞാൻ പറഞ്ഞത്. വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള റിഗ്രസീവ് ആയിട്ട് കൺസെന്റ് കൂടി തന്നെയാണെങ്കിൽ പോലും ലൈംഗിക ബന്ധം പാടില്ല, ഫ്ലോട്ട് ചെയ്യാൻ പാടില്ല, കോഴിത്തരം പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിയമപരമായി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന വളരെ പുരോഗമനപരമായ ക്വസ്റ്റ്യൻ വേറെ ഭാഗത്ത്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സംഘടന വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധവും ഭരണഘടനാ ധാർമ്മിക ബോധവും തമ്മിൽ ഒരു വലിയ വിടവ് എന്റെയും നിങ്ങളുടെയും സമൂഹത്തിലുണ്ട്. ആ വിടവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന, ഞാനും നിങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് സമർപ്പിക്കാനാണ് ഞാൻ ഈ കവിത മുന്നിലേക്ക് വെച്ചത്. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു വിടവ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ചാനൽ ചർച്ച തുറന്നാൽ ആ വടവേ കാണാനുള്ളൂ, ഫുള്ള് വടവാണ്. എല്ലാവരും ഇങ്ങനെ എല്ലാ ആംഗേഴ്സും എല്ലാവരും എന്തോ ധാർമ്മികതയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നുണ്ട്, എന്തോ ധാർമ്മികതയെ കുറിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇതൊന്നും ഒരു മാനവമര്യാദക്കൊന്ന് കോഴിത്തരം കാണിക്കാൻ പോലും പറ്റാത്തൊരു സൊസൈറ്റിയായി നമ്മുടെ അത്രയും റിഗ്രസീവ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. നിയമപരമായിട്ട് ഈ കാര്യം തെറ്റാണ്, ഞാൻ ചെയ്ത് തെറ്റാണോ? മുമ്പ് സ്വയം ചോദിക്കട്ടെ അല്ലെ, പിന്നെ കോഴിത്തരം തെറ്റാണോ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന തെറ്റാണോ, ഈ പറയുന്ന പോലെ കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സും കാര്യങ്ങളൊക്കെ തെറ്റാണോ നോക്കുക. നിയമപരമായി കാണാൻ പറ്റുന്നില്ല, നിയമപരമായി മാത്രമേ നോക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ എലിമെന്റായി പറയുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുന്നത് ലീഗൽ കൺട്രോൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നിയമപരമായി മാത്രമേ മനുഷ്യന്റെ പ്രവൃത്തിയെയും കൂട്ടായ്മകളെയും നിയന്ത്രിക്കാവൂ. ഒരാൾ അയാളുടെ ജാതി ഉപയോഗിച്ച്, അയാളുടെ സാഹിത്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ചാനൽ ഉപയോഗിച്ചും കൂടി നിയമ സംവിധാനത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ അവകാശങ്ങളെ നിയന്ത്രിക്കാവൂ. എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തിയത് ഈ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാളവണ്ടിയിൽ പോകേണ്ട ആൾക്കാരല്ല. നമുക്ക് ബെൻസ് ഉണ്ടാവും. എന്തിനാണ് കാളവണ്ടി? അപ്പൊ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി മൊത്തം കാളവണ്ടിയിൽ ഇങ്ങനെ പോവാണ്. എന്താണ് കാളവണ്ടി, എന്താണ് ബെൻസ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറയുന്നത് ഒറ്റ വാചകത്തിൽ ഞാൻ സംസാരിക്കാം. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതിന്റെ കാരണം ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാളും അപ്പുറം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സമൂഹത്തിന്റെ മൊറാലിറ്റിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ആ പരീക്ഷണം തുടരുന്നു. പക്ഷേ മെഴ്സിഡസ് ബെൻസിന്റെ എഞ്ചിനുള്ള ഇന്ത്യൻ ഭരണഘടന കാളവണ്ടി ഓടിക്കാൻ മാത്രം അറിയുന്ന ഒരു സമൂഹത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ അടിസ്ഥാന പ്രശ്നം നമ്മൾ നേരിടുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മെഴ്സിഡസ് ബെൻസ് ആണെങ്കിലും ആ ഭരണഘടന ഓടിക്കുന്ന മനുഷ്യര് നിർഭാഗ്യവശാൽ ഈ പറയുന്ന കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇനിയും മാറ്റപ്പെട്ടില്ലാത്ത മനുഷ്യർ. അങ്ങനെയുള്ള മുഴിമുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് കണ്ട രാഷ്ട്രീയക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെ ആളുകൾ അത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വാർത്താ സമ്മേളനങ്ങളിലൂടെ പറയുന്നത്. ലീഗാലിറ്റി നോക്കിയാൽ മതി, മൊറാലിറ്റി നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിയമപരമായി എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് കാളവണ്ടിയിൽ നിന്നും പിന്നെ ഒന്ന് ബെൻസിലേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായ ഒരു കാര്യമാണ്.